ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൂക്കസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇന്ന് വന്ന ഷോർട്ട് ടൈം പാക്ക് ഉണ്ടല്ലോ, അതങ്ങോട്ട് സ്പിൻ ചെയ്യാനാണ് കേട്ടോ. നമുക്ക് എന്തായാലും അതിൽ നിന്ന് ആ ഗോൾ കീപ്പറായ കോട്ട്വേനും അതുപോലെ തന്നെ സെലിബേനെ ആവശ്യമുണ്ട്. പിന്നെ അതിൽ വന്നിരിക്കട്ടെ വോൾട്ട്മെയ്ഡ് പറഞ്ഞ പ്ലെയറാണ്. 3 പേരും നമ്മുടെ ഇല്ലാത്ത പ്ലേയേഴ്സാണ്. അപ്പോൾ 3 പേരും കിട്ടണമെന്നുണ്ട്. പിന്നെ എൻ്റെ സ്കോഡ് നോക്കി നിങ്ങൾക്ക് അറിയാം, ഇത് നമുക്കൊരു ഗോൾ കീപ്പർ അത്യാവശ്യമാണ്. പിന്നെ ഒരു ബിൽഡപ്പ് സെൻറ്റർ ബാക്കിന് എനിക്ക് വേണം ഉണ്ട്. എന്നാലും എനിക്ക് ഒരു ബിൽഡപ്പ് സെൻറ്റർ ബാക്ക്, ആ സെലിബ പറഞ്ഞ പ്ലെയർ അത്ര അടിപൊളിയാണ്. നിങ്ങൾക്ക് ഒരു വട്ടം കിട്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം എഫക്റ്റീവാണ് ആ പുള്ളി സെൻറ്റർ ബാക്കിൽ നിന്ന്. അപ്പോൾ പ്രത്യേകിച്ച് ആഴ്സണലിൽ കളിക്കുന്നത്. അപ്പോൾ എന്തായാലും ബി കണ്ടീഷനിൽ എ കണ്ടീഷനൊക്കെ ആയി പോകും. പിന്നെ ഫ്രാൻസാണ്. അപ്പോൾ അങ്ങനെ ഫോം ഔട്ടൊന്നും ആവാൻ ചാൻസ് ഇല്ലാത്തൊരു പ്ലെയറാണ് സെലിബ. അപ്പോൾ ആ സെലിബേനോട് കിട്ടണം. പിന്നെ കോട്ടുക. അപ്പോൾ ഇത് നമ്മളുടെ മെയിൻ അക്കൗണ്ടാണ് കേട്ടോ. കറൻ്റ് ഉള്ളത് 3600 സംതിങ് കോയിനാണ്. അപ്പോൾ ടവറിങ് ജെയിൻസ് പറഞ്ഞ ആ പാക്കാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഞാൻ പാക്കിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ആ പാക്ക്. നമുക്കിപ്പോൾ സെലിബ് വന്നിരിക്കുന്നത് ഏരിയൽ ഫോർട്ട് പ്ലസ് ലോങ് റീ ടാക്കിൾ പറഞ്ഞ സ്കില്ലിലാണ് കേട്ടോ. അപ്പോൾ ഒരു 105, 106 റേറ്റിംഗ് പോവും ഈ സി ബി. അതുപോലെ തന്നെ കോട്ടോയ്ക്ക് സ്കില്ലൊന്നുമില്ല, പക്ഷേ മൂപ്പര അറിയാം നല്ല ഹൈറ്റുള്ള ഒരു ഗോൾ കീപ്പറാണ്. ഷോർട്ട് സ്റ്റോപ്പിംഗ് ഒക്കെ ഒരു രക്ഷയില്ല. ബ്ലിറ്റ്സൊക്കെ വരുമ്പോൾ അനായാസമായിട്ട് തന്നെ തടുത്തിട്ടും പറയാം. കുറേ വട്ടം നമുക്ക് ഓപ്പോണ്ടൊക്കെ ആയിട്ട് വന്നിട്ട് നമ്മൾ അടിപൊളിയായിട്ട് തന്നെ അത് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മറ്റേ പ്ലെയർ വന്നിരിക്കുന്നത് ബുള്ളറ്റ് പ്ലസ് ഫിനോൽ പാസ് ആണ്. ഈ പ്ലെയറിന് കിട്ടണമെന്നില്ല, ബട്ട് കൊണാമി എന്നെ ചാമ്പാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ 150 പ്ലെയർ ബാക്കാണ്. നിങ്ങൾക്ക് ഇതിന്ന് ആരെ കിട്ടി ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഗൈസ് നോക്കി നോക്കാം നമുക്ക് നമ്മുടെ ടാർഗറ്റിന് കിട്ടുമല്ലേന്ന്. മെയിൻ ടാർഗറ്റ് സെലിബ. സെലിബ സാധനം വരട്ടെ. സെലിബ കിട്ടിയ അടിപൊളിയാവും. പിന്നെ കോട്ടും സെലിബയാണ് നമ്മുടെ ടാർഗറ്റ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതിൽ കിട്ടിയില്ല നമുക്ക് നോക്കിയോ, കുറച്ചുകൂടെ പോയി പർച്ചേസ് ചെയ്ത് അടിക്കാൻ നോക്കണം. അപ്പോൾ ദേവിയേ കാത്തോളിൻ ഫസ്റ്റ് പിൻ കൊടുക്കാൻ കേട്ടോ ഗൈസ്. കൊടുക്കാണ്. ലെറ്റ്സ് ഗോ. ഓ എടാ ഫസ്റ്റ് ടൈം ഷോർട്ടായി പഠിച്ചിട്ടുണ്ട് സെലിബ. എടാ എൻ്റെ ഭാഗ്യം. എടാ സെലിബനെ കിട്ടിയടാ ഫസ്റ്റ് ട്രൈ. എൻ്റെ നമ്മുടെ ടാർഗറ്റിന് അടിച്ചടാ ഫസ്റ്റ് ട്രൈ. പക്ഷെ കോട്ടുകാരോട് വേണം, അതിമോഹമാണ്, പക്ഷെ എനിക്ക് വേണം. എടാ സെലിബ ഫസ്റ്റ് ട്രൈ ബ്രോ. അത് പൊളിച്ചടാ എൻ്റെ പൊന്നെ. എൻ്റെ പൊന്നളിയാ സെലിബനെ കിട്ടിയടാ ഫസ്റ്റ് ട്രൈ. എൻ്റെ എന്തിനൊക്കെയാണ് പക്ഷെ ഇന്ത്യയാണ് നമുക്ക് ടാസ്ക്. പക്ഷെ സെലിബേനെ കിട്ടി. ഇനി കോട്ടുവേനാണ് കിട്ടേണ്ടത്. കോട്ടുവ 2700 കോയിനുണ്ട്. അപ്പോൾ എന്തായാലും മെസ്സി പാക്ക് വരുമ്പോൾ എനിക്ക് എൻ്റെ കയ്യിൽ ഓൾറെഡി ആ മറ്റേ ബ്ലിറ്റ്സ് മെസ്സി ഉണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നത് എനിക്കൊരു മണ്ടത്തരായിട്ട് ഫീൽ ചെയ്യണത്. അതുകൊണ്ടാണ് ഞാൻ ഇത് നോക്കുന്നുണ്ടോ. അപ്പോൾ എന്തായാലും ഒരു ടാർഗറ്റിൽ കിട്ടിയിട്ട് ഇനി നമുക്ക് കോട്ടുവേനാണ് വേണ്ടിയിട്ട് ഗൈസ്. വോട്ട്മെയ്ഡ് വേണ്ട, കോട്ടുവ മതി. ഓക്കെ എന്നാലും ഫസ്റ്റ് ട്രെയിന് സെലിബ് കിട്ടിയടാ. ബ്രോ ഐ ആം ഡ്രീമിങ്. കോട്ടുവേനെ വിട്ട് നോക്കാം. ഓക്കെ ബേസാണ് നമുക്ക് ഇനി വെച്ചാൽ ഇനി കുറച്ച് അതിമോഹമാണ് സംഭവം. കിട്ടുകയാണെങ്കിൽ നല്ലതാണ്, പക്ഷേ ഇനി നമുക്ക് കിട്ടിയ കുറച്ച് ടാസ്ക്കാണ്. പക്ഷേ കോട്ടുവേനോട് കിട്ടണമെന്ന് ഞാൻ ഓണസ്റ്റ്ലി എനിക്കൊരു ആഗ്രഹമുണ്ട്. എനിക്ക് ആ ഫസ്റ്റ് ട്രൈ കോട്ടുവേനെ ഇട്ടെങ്കിൽ ഞാൻ പിന്നെയും സന്തോഷവാനായിരുന്നു. നിങ്ങൾക്കറിയാലോ, കാരണം കോട്ട് വെച്ച റയൽ മാഡ്രിഡിൻ്റെ ഒരു പ്ലെയറാണ്. പിന്നെ അറിയില്ല, റയൽ മാഡ്രിഡ് കഴിഞ്ഞ 5 സീസൺ നോക്കിയാൽ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ കോട്ടുവാണ്. ഓക്കെ അതിലൊരു സംശയമില്ല, അത് കളി കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പോൾ അത്രയും ഞാൻ ഒരു റയൽ മാഡ്രിഡ് ഫാനാണ് കൂടി എനിക്ക് അറിയാലോ. അപ്പോൾ എനിക്ക് കോട്ടുവേനെ കിട്ടണമെന്ന് അത്ര ആഗ്രഹമുള്ളൊരു ആളും കൂടിയാണ്. അപ്പോൾ പൈസ കുറേ അടയ്ക്കേണ്ടി വരും, അതാണ് പ്രശ്നം. തേർഡ് കൊടുക്കാം നമുക്ക് 900. വീണ്ടും ബേസ് തന്നെയാടാ. ബേസ് അഗെയിൻ. ടാസ്ക്കാണ്, നമുക്ക് ഓരോ ടാസ്കിലേക്കാണ് പോണത് നമ്മൾ. ഓക്കെ സെലിബേനെ കിട്ടി. എനിക്കിതിൽ ഒരു ടാർഗറ്റ് ആ സെലിബ മാത്രമാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം വേണ്ട സെലിബേനായിരുന്നു. സെലിബേനെ കിട്ടി. നമുക്ക് 900 കോയിനുള്ളൂ. അതിൽ ചെങ്ങായിനെ കിട്ടണം നമുക്ക്. ഓക്കെ അതാണ് നമ്മുടെ ടാർഗറ്റ്. ദേവിയെ കൂട്ടുവനെ താ ദേവിയെ. കനിഞ്ഞ മതിയായിരുന്നു. മുകളിലുള്ളവൻ കഴിഞ്ഞാലേ നമുക്ക് സാധനം കിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഭാഗ്യം കിട്ടണമെങ്കിൽ മൂപ്പര് കനിയണം. അപ്പോൾ പൈസ നമുക്ക് എന്തായാലും ലാസ്റ്റ് സ്പിന് കൊടുത്തു നോക്കാം. 900 കൊടുക്കാനുണ്ടോ? വീണ്ടും ബേസ് തന്നെയാണ്. വീണ്ടും ബേസ്. ഓക്കെ ഒരു ഫീച്ചേർഡ് കാർഡാണ് നമ്മുടെ ബ്രാൻഡ്ഫോർഡ് അല്ലേ.
ഇഗോർ തിയാഗോ, ഇയാളൊരു രക്ഷയില്ല. ബ്രസീലിനെ 2026 വേൾഡ് കപ്പ് സ്കോഡിക്ക് വരാൻ ചാൻസ് ഉള്ളൊരു പ്ലെയറാണ് നമ്മുടെ ഇഗോർ തിയാഗോ. ഇപ്പോൾ EPL ഒക്കെ സെക്കൻഡ് ഹയസ്റ്റ് ഗോൾ സ്കോറാണ്. ഓക്കെ, ഹാലൻഡ് 19, ഇയാൾ 11. അത് ഭയങ്കര ഗ്യാപ്പാണ്. ബട്ട് സെക്കൻഡ് ഇപ്പോൾ ഇയാളാണ്, ടോപ്പ് തന്നെയാണ് ഇയാൾ. എന്തായാലും നമുക്ക് നമ്മളെ ചെക്കനെ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഒരു ടാർഗറ്റിന് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ കൂട്ടൊക്കെ ഉണ്ട്. ഇനി കറക്കണത് ലാഭമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കുറേ അങ്ങോട്ട് വലിപ്പിച്ചാലും പ്രശ്നമാണ്. അവിടെ നമുക്ക് ടാസ്ക് നോക്കട്ടെ. ഞാൻ പിച്ചാണെ കറക്കണ്ട്. ഒരു ഫ്രീ ട്രൈ എടുക്കണ്ട, എന്തായാലും അതും കൂടി എടുക്കട്ടെ. ഫ്രീ ട്രൈ നമുക്ക് ഇതുവരെ കറക്കിയിട്ട് ആരും കിട്ടിയില്ല. നിങ്ങൾക്ക് ഇന്ന് ആരെങ്കിലും കിട്ടി ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതിന്ന് ഇതുവരെ ആരും കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ചെയ്ത റിവ്യൂവിൽ ഇവ ഉള്ളത് എൻ്റെ ഓൾറെഡി സ്കോഡിലുള്ള ഒരു പ്ലെയറാണ്, ഫയോറെ. ഫ്രീ ട്രൈ കൊടുത്തിട്ടുണ്ട്. ഫീച്ചേർഡ് പ്ലെയർ കിട്ടിയിരിക്കണേ. ഇതാരത്? റോഡ്രിഗോ മുനീസ്. അതാരും അറിയില്ല. പക്ഷെ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. എനിക്ക് തോന്നുന്നത് എനിക്ക് എൻ്റെ ഇവ ഉണ്ടല്ലോ, പീച്ചേഴ്സ് മൈക്കിളിൻ്റെ സ്കൂളിൽ പോകാൻ വലിയ താല്പര്യമില്ല തോന്നുന്നുണ്ട്. എൻ്റെ ചെക്കനൊന്നും എടുത്ത് സ്കൂളിൽ ഇട്ടേനെ. സെൻട്രൽ ബാക്ക്. ഓക്കെ, ഇത് കിടക്കണോ? ചെക്കൻ ഇവിടെ വരട്ടെ. എന്നിട്ട് ലെവൽ ട്രെയിനിങ് കൊടുക്കാം. ഓട്ടോ കൊടുത്തിട്ടുണ്ട്. ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ലൈവിലൊന്ന് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ബൂസ്റ്റർ ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, എജ്ജലിച്ച് കൊടുക്കണോ, ഏരിയയിൽ കൊടുക്കണോ? എജ്ജലിച്ച് സ്പീഡ് ഓൾറെഡി ഉണ്ട് ഒപ്പിരിക്കുന്നാലും ഡിഫെൻഡിങ് കൊടുക്കണേ. മറ്റേ നമുക്ക് ഒപ്പിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, കുഴപ്പമില്ല. ഇപ്പോൾ ഇനി നമുക്ക് മാറ്റാമല്ലോ. പ്ലെയർ പോയിച്ച് അപ്പോൾ ഓട്ടോ കൊടുക്കാം. ഓട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റാറ്റ്സ് വരും എന്നാണ് പ്രതീക്ഷ. നോക്കി നോക്കാം. പ്ലെയർ ഡീറ്റെയിൽസ്, സെലിബ. ഓക്കെ, ഡിഫെൻസീവിൽ ആൾ പക്കയാണ്. സ്പീഡ് ആക്സലേഷനൊക്കെ ഉണ്ട്. ഇറ്റ്സ് ടു ഗുഡ്. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മൂപ്പരെ ടീമിൽ എത്തിക്കണമെന്നുണ്ട്. മുമ്പ് സെലിബ വന്നപ്പോഴും നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പക്ഷേ എന്തൊരു ഭാഗ്യം തന്നെ പറയാം, നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. ഹെഡിങ്, മാൻമാർക്ക്, ഇൻ്റർസെപ്ഷൻ, ബ്ലോക്കർ, ഏരിയൽ സൂപ്പർ, സ്ലൈഡ് ടാക്കിൾ, ലോങ് റീഡ് ടാക്കിൾ, അക്രോബാറ്റിക് ലൈൻസ്, ഏരിയൽ ഫോർട്ട്, ഫൈറ്റ് സ്പിരിറ്റ്. ഇതിലേക്ക് ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാണ്ട് അതെന്തായാലും നമുക്ക് ആഡ് ചെയ്യണം. ഓക്കെ, അതൊക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് എന്തായാലും രാത്രിയൊക്കെ ലൈവിൽ വരുമ്പോൾ എന്തായാലും കളിപ്പിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് എന്തായാലും എൻ്റെ ടാർഗറ്റിന് കിട്ടി. എനിക്കിനി എൻ്റെ സ്കോഡിലൊരു ചേഞ്ച് ആയിട്ട് വേണ്ടത് പീച്ചേഴ്സ് മൈക്കിൾ മാറ്റണം വെച്ചാൽ എൻ്റെ മനസ്സുകൊണ്ട് എനിക്ക് ആളെ മാറ്റണം എന്ന് തീരെ താല്പര്യമില്ല. കാരണം ഇപ്പോൾ ഇയാൾ യൂസ് ചെയ്യേണ്ട ഒരു 2 വർഷത്തിനടുത്തായി. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് എനിക്ക് ഇപ്പോഴും തരുന്നത്. ക്ലച്ച് മൂവ്മെൻറ്റിലൊക്കെ ആൾ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് നമ്മൾ എത്രത്തോളം ഡിഫെൻഡ് ചെയ്യണോ അത്രത്തോളം അടി കുറവായിരിക്കും നമ്മുടെ പോസ്റ്റിക്ക് വരിക. നമ്മളിപ്പോൾ മാക്സിമം നമ്മുടെ ഡിഫെൻസിലൊരു ഇത് കൊടുക്കുക. അപ്പോൾ കറണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ വെച്ചാൽ സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു ഇത് വെച്ചിട്ട്, എൻ്റെ പെർഫോമൻസ് വെച്ചിട്ട്. ഇവനായിട്ടുള്ള സ്കോഡ് മൊത്തത്തിൽ ഇനി ഇതിൽ വേറെ ചേഞ്ച് ഒന്നും വേണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല എനിക്ക് ഈ ചെങ്ങായി കിട്ടുന്നു, സെലിബേനെ കിട്ടുന്നു. അപ്പോൾ നീ രാത്രി വന്നിട്ട് എന്നെ മോട്ടറാക്കി വിടാൻ നോക്കണ്ട, ഞാൻ കറക്കണില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാനിനി ആലോചിക്കേണ്ടത് എനിക്ക് ഇത് വെച്ച് കളിച്ചാൽ F2P വെച്ചിട്ട് നമുക്കിനി റാങ്ക് ബൂസ്റ്റും കാര്യങ്ങളൊക്കെ ആയാലോ എന്നാണ്. എന്തായാലും ഈ സീസൺ ഇനി ഞാൻ അധികം റാങ്ക് ബൂസ്റ്റിന് ഇരിക്കണില്ല. മെയിനായിട്ട് പറയുകയാണെങ്കിൽ കുറവാണ്. അപ്പോൾ ഒന്ന് ഡിവിഷൻ 1 കയറുക, പിന്നെ നമുക്ക് ഫ്രണ്ട്ലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കുക ഈ സീസൺ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് കറൻറ്റ്ലി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ രാത്രി വന്നിട്ട് നമുക്ക് എന്തായാലും ഡിവിഷൻ 1 ഒന്ന് കയറ്റാം, വെറുതെ ഡിവിഷൻ 1 ഒന്ന് കയറ്റിയിടാം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രണ്ട്ലീസും കാര്യങ്ങളൊക്കെ, അപ്പം മെമ്പേഴ്സ് ഫ്രണ്ട്ലി, മെമ്പേഴ്സ് ലൈവ് ഒക്കെ വരണതായിരിക്കും. നമ്മൾ അപ്പോൾ മെമ്പർഷിപ്പ് മാക്സിമം എടുക്കാൻ നോക്കുക നമ്മുടെ. അതുപോലെ തന്നെ നമ്മൾ സബ്സ്ക്രൈബേഴ്സായിട്ട് റാൻഡം ഫ്രണ്ട്ലീസാണ് കളിക്കുന്നത്. അപ്പോൾ കുറേ പേര് നമ്മളൊപ്പം കളിക്കണം നോക്കുന്നുണ്ട്. നമ്മൾ വലിയ പ്ലെയർ ആയിട്ടല്ല, ബട്ട് കുറേ പേർക്ക് എന്നാലും ഒരു ആഗ്രഹമുണ്ട് കളിക്കണമെന്ന്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും റാൻഡ് ആയിട്ടാണ് നമ്മൾ ഇത് ഇടുക കേട്ടോ. അപ്പോൾ മാക്സിമം നിങ്ങൾ പെട്ടെന്ന് തന്നെ കയറാൻ നോക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും സെറ്റാക്കി കളിക്കാം. അപ്പോൾ രാത്രി ലൈവ് വരും, എല്ലാവരും ലൈവിൽ വരാൻ നോക്കുക കേട്ടോ മാക്സിമം. അപ്പോൾ ഈ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീട്ടിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.